السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فمن يبتغي غير الإسلام دينا فلن يقبل منه وهو في الآخرة من الخاسرين. വേദിയിൽ ഉപവിഷ്ടരായ ബഹുമാന്യ വ്യക്തികളെ, ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, നല്ലവരായ നാട്ടുകാരെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാനവരിൽ മഹോന്നതൻ എന്ന ടൈറ്റിലിലൂടെ വ്യത്യസ്ത പ്രോഗ്രാമുകളായി സ്നേഹസംവാദം മാസിക കഴിഞ്ഞ ജൂൺ മാസം മുതൽ ഡിസംബർ വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ലഘുലേഖ വിതരണങ്ങളും ഡോക്യുമെന്ററി പ്രദർശനങ്ങളും CD വിതരണങ്ങളും സന്ദേശ പവലിയനുകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള സംശയങ്ങൾ ദൂരീകരിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള പാനൽ ഡിബേറ്റുകളും അടങ്ങിയ വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകളാണ് ഈ ഒരു സമയത്തിനുള്ളിൽ സ്നേഹസംവാദം മാസിക പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിന്റെ ഭാഗമായി കഴിഞ്ഞ ജൂൺ മാസം മുതലുള്ള ഓരോ ലക്കത്തിലും, സ്നേഹസംവാദം മാസികയുടെ ഓരോ ലക്കത്തിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള പഠനാർഹമായ ലേഖനങ്ങളാണ് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇവിടെ ഇതേ രൂപത്തിലുള്ള പാനൽ ഡിബേറ്റ് സംഘടിപ്പിക്കുകയും സമാധാനത്തിന്റെ ദൂതൻ എന്ന വിഷയം അതിനുവേണ്ടി തെരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ തീർച്ചയായും ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ് സമാധാനത്തിന്റെ ദൂതൻ എന്നുള്ളത്. കാരണം ആളുകളൊക്കെ ഇന്ന് സമാധാനം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ കുമിഞ്ഞുകൂടിയ സമ്പത്തുണ്ടായിട്ടും ഒരു നേരം ആശ്വാസത്തോടെ സമാധാനത്തോടുകൂടെ ജീവിക്കാൻ കഴിയാത്ത ചുറ്റുപാടുകളിലേക്ക് മനുഷ്യർ ഒഴുകിയെത്തുമ്പോൾ, മാറിക്കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും സമാധാനത്തിന്റെ പ്രവാചകനെയും സമാധാനത്തിന്റെ സന്ദേശത്തെയും സമാധാനത്തിന്റെ ആശയത്തെയും ആദർശത്തെയും അറിയണം എന്ന ആഗ്രഹം സാധാരണക്കാരായ ഓരോരുത്തർക്കും ഉണ്ടായിരിക്കും. സമാധാനം വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് ലോകത്ത് വ്യത്യസ്ത മതങ്ങളുണ്ടായത്, വ്യത്യസ്ത ദർശനങ്ങളുണ്ടായത്.
ആത്യന്തികമായി മനുഷ്യ സമൂഹത്തെ സമാധാനത്തിലേക്കാണ് ക്ഷണിക്കുന്നത് എന്ന് അവകാശപ്പെട്ട മതങ്ങളും ദർശനങ്ങളുമൊക്കെ അവസാനം മനുഷ്യർക്ക് ഉള്ള സമാധാനം തന്നെ നഷ്ടപ്പെടുത്തിയ ചരിത്രമാണ് ലോക ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് ലോകത്ത് അറിയപ്പെടുന്ന മതങ്ങളൊക്കെ ഏതെങ്കിലും ഒരു ദേശത്തിന്റെയോ ഭാഷയുടെയോ സംസ്കാരത്തിന്റെയോ ഏതെങ്കിലും വ്യക്തികളുടെയോ പേരുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒന്നാണ്. സിന്ധു നദീതട സംസ്കാരവുമായി ബന്ധപ്പെട്ടാണ് ഹൈന്ദവ മതം അറിയപ്പെടുന്നതെങ്കിൽ യേശുക്രിസ്തുവിന്റെ പേരുമായി ബന്ധപ്പെട്ടാണ് ക്രൈസ്തവ മതം അറിയപ്പെടുന്നതെങ്കിൽ ബുദ്ധമതവും ജൈനമതവും സിഖ് മതവും പാഴ്സി മതവും ഒക്കെ ഈ രൂപത്തിൽ തന്നെയാണ് അറിയപ്പെടുന്നതെങ്കിൽ തീർച്ചയായും ഇതിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ടാണ് ഇസ്ലാം അറിയപ്പെടുന്നത്. ശാന്തി, സമാധാനം എന്നെല്ലാം അർത്ഥം വരുന്ന സിൽമ് എന്ന പദത്തിൽ നിന്നാണ് ഇസ്ലാം നിഷ്പന്നമായിട്ടുള്ളത്. സമർപ്പണത്തിലൂടെയുള്ള സമാധാനം. ഒരാൾ തന്റെ ജീവിതത്തെ സമ്പൂർണമായി സർവശക്തനായ സട്ടാവിൽ സമർപ്പിക്കുമ്പോഴാണ് അയാൾ മുസ്ലിമായി തീരുന്നതെങ്കിൽ ആ സമാധാനത്തിന്റെ മതമാണ് ഇസ്ലാം. ആ സമാധാനത്തിന്റെ ആശയമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. ആ ഒരു ആശയം പ്രചരിപ്പിക്കാൻ ലോകത്തിലേക്ക് കടന്നു വന്നവരാണ് പ്രവാചകന്മാർ. ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് പ്രവാചകന്മാർ വന്നിട്ടുണ്ട് എന്നും വഇൻ മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ, ഖുർആനിലെ 35-ാം അധ്യായം സൂറത്തുൽ ഫാത്തിറിലെ 24-ാമത്തെ വചനത്തിലൂടെ ഒരു പ്രവാചകന്റെ നിയോഗമില്ലാതെ ഒരൊറ്റ സമൂഹവും കഴിഞ്ഞു പോയിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ശാന്തിയുടെ സന്ദേശവുമായി സമാധാനത്തിന്റെ ദൂതുമായിട്ടാണ് ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് പ്രവാചകന്മാർ വന്നതെങ്കിൽ ആ പ്രവാചകന്മാരിലെ അവസാനത്തെ കണ്ണിയാണ്, അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മാകാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും വലാകിൻ റസൂലല്ലാഹ് വഖാതമൻ നബിയ്യൻ. മുഹമ്മദ് നിങ്ങളുടെ ആരുടെയും പിതാവല്ല, മറിച്ച് അദ്ദേഹം അള്ളാഹുവിന്റെ ദൂതനാണ്, പ്രവാചക ശൃംഖലയിലെ അവസാനത്തെ കണ്ണിയുമാണ്. സമാധാനത്തിന്റെ ആദർശമായ ഇസ്ലാം ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ പ്രചരിപ്പിച്ചത് സമാധാനത്തിന്റെ ദൂതുമായി വന്ന പ്രവാചകന്മാരായിരുന്നുവെങ്കിൽ ആ പ്രവാചകന്മാരിൽ അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്കിൽ തീർച്ചയായും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും സന്ദേശവും പ്രവർത്തനങ്ങളുമെല്ലാം സമാധാനത്തിൽ അധിഷ്ഠിതമായിരുന്നു എന്നത് അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് ലോകത്ത് സമാധാനത്തിന്റെ ശത്രുവായി പലരും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്താറുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് ഭീകരതയും തീവ്രതയും പ്രചരിപ്പിച്ച വ്യക്തിയാണ് എന്ന് അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് അറിയാത്ത പല ആളുകളും പ്രചരിപ്പിക്കാറുണ്ട്. സമാധാനം എന്താണ് എന്ന് പോലും അറിയാത്ത പ്രവാചകനായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അദ്ദേഹത്തെ വിമർശിക്കുന്ന വിമർശകരായ ആളുകളുണ്ട്. തീർച്ചയായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പരിശോധിച്ചു നോക്കുമ്പോൾ സമാധാനത്തെ വിശദീകരിച്ച വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളിൽ സമാധാനത്തിന് പ്രാധാന്യം നൽകിയ മഹാവ്യക്തിയായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നത് അദ്ദേഹത്തിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുകയാണ്. എപ്പോഴാണ് സമാധാനം ഉണ്ടാകുന്നത്? സമാധാനം, ലോകത്ത് സമാധാനം ഉണ്ടാകണമെങ്കിൽ സമാധാനത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളാണ്. ഒന്നാമത്തത് കാരുണ്യം, രണ്ടാമത്തത് നീതിയാണ്. കാരുണ്യവും നീതിയും എവിടെയൊക്കെ നിഷേധിക്കപ്പെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ കലാപ കലുഷിതമായ അന്തരീക്ഷമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരുണ്യമുണ്ടെങ്കിൽ അവിടെ നീതിയുണ്ടാകും, കാരുണ്യവും നീതിയുണ്ടെങ്കിൽ അവിടെ സമാധാനം നിലനിൽക്കും എന്നതാണ് സമകാലീന സംഭവങ്ങൾ പോലും നമ്മെ പഠിപ്പിക്കുന്നതെങ്കിൽ തീർച്ചയായും ഈ രണ്ട് ഘടകങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ അവസാനം വരെ ഉണ്ടായിരുന്നു എന്നത് നമുക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്നും പഠിക്കാൻ സാധിക്കുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രവാചകനായി അറേബ്യയിലേക്ക് വരുമ്പോ അതിന്റെ മുമ്പ് അവിടെയുള്ള ജനങ്ങൾ മദ്യത്തിൽ ജീവിച്ചിരുന്ന ആളുകളായിരുന്നു, വ്യഭിചാരത്തിന്റെ വക്താക്കളായിരുന്നു, പലിശാധിഷ്ഠിതമായ ജീവിതം മുന്നോട്ട് വെച്ച ആളുകളായിരുന്നു. സാമ്പത്തികമായി ഏത് രൂപത്തിലും ആളുകളെ ചൂഷണം ചെയ്യണമെന്ന ആഗ്രഹത്തോടുകൂടെ മനുഷ്യന്റെ സമ്പത്ത് മുഴുവനും കൊള്ളയടിക്കുവാൻ സന്നദ്ധരായ
ഒരു വിഭാഗം ആളുകൾ ആ പ്രാകൃതരായ മനുഷ്യ വിഭാഗത്തിൽ ഉണ്ടായിരുന്നു എന്നത് നമുക്കറിയാൻ കഴിയും. ഇങ്ങനെ മറ്റുള്ള ആളുകളെ മുഴുവനും ഉപദ്രവിക്കുന്ന യുദ്ധ കൊതിയന്മാരായ രക്തദാഹികളായ മറ്റുള്ള ആളുകളുടെ മനുഷ്യ രക്തത്തിന് വില നൽകാത്ത, മനുഷ്യന്റെ അഭിമാനത്തിന് വില നൽകാത്ത ഒരു വിഭാഗം ആളുകളിലേക്ക് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോ അദ്ദേഹം ആദ്യമായി ലോകത്തെ പഠിപ്പിച്ചത് ഈ ലോകത്തിന്റെ നാഥനെ സംബന്ധിച്ചായിരുന്നു. ഈ ലോകത്തിന്റെ നാഥൻ ഒരിക്കലും ക്രൂരനായ ദൈവവിശ്വാസമുള്ള ആളുകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഈ ലോകത്തിന്റെ നാഥൻ ക്രൂരനല്ല എന്നും ഈ ലോകത്തിന്റെ നാഥൻ കാരുണ്യവാനാണ് എന്നും നീതിമാനാണ് എന്നും അവിടെയുള്ള ജനങ്ങളെ പഠിപ്പിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചിട്ടുണ്ട്. റഹ്മാനും റഹീമുമായ നാഥൻ, പരമകാരുണികനും കരുണാനിധിയുമായ റബ്ബ്, ആ ഒരു തമ്പുരാനെ രക്ഷിതാവിനെ സംബന്ധിച്ചാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ജനവിഭാഗത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത്. അവിടെയുള്ള ആളുകൾ വ്യത്യസ്തങ്ങളായ തിന്മകളിൽ ജീവിച്ചിരുന്ന ആളുകൾ ഇനി ഞങ്ങൾക്കൊരിക്കലും ഈ ലോകത്തിന്റെ നാഥനോട് അടുക്കാൻ കഴിയില്ല എന്ന് നിരാശയോടുകൂടെ ജീവിക്കുന്ന ആളുകൾ, ആ ആളുകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത് തീർച്ചയായും അള്ളാഹുവിന്റെ കൈ നീട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. രാത്രിയിൽ അള്ളാഹു തന്റെ കൈ നീട്ടും. പകൽ സമയങ്ങളിൽ ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകൾ പൊറുത്തു കൊടുക്കുന്നതിന് വേണ്ടി പകൽ സമയത്ത് അള്ളാഹു തന്റെ കൈ നീട്ടും. രാത്രിയിൽ ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൊറുത്തു കൊടുക്കുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് കാരുണ്യവാനായ നാഥനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പരിചയപ്പെടുത്തിയത്. എന്ന് മാത്രമല്ല, ഈ ലോകത്തിന്റെ നാഥൻ കാരുണ്യത്തെ 100 ഭാഗമാക്കി തിരിച്ചിരിക്കുന്നുവെന്നും ആ 100 ഭാഗത്തിൽ ഒരു ഭാഗം മാത്രമാണ് ഈ പ്രപഞ്ചത്തിലെ ഓരോ സൃഷ്ടികൾക്കും നൽകിയിട്ടുള്ളത് എന്നും അതുകൊണ്ടാണ് ഒരു പക്ഷി തന്റെ കുഞ്ഞിനോട് കാണിക്കുന്ന സ്നേഹമടക്കം, ഒരു മാതാവ് തന്റെ കുഞ്ഞിനോട് കാണിക്കുന്ന സ്നേഹമടക്കം, ഒരു പിതാവ് തന്റെ കുഞ്ഞിനോട് കാണിക്കുന്ന സ്നേഹമടക്കം, മകൻ തന്റെ പിതാവിനെ സ്നേഹിക്കുന്നതടക്കം ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടികൾ പരസ്പരം കാണിക്കുന്ന സ്നേഹവും സാഹോദര്യവുമൊക്കെ ഈ ഒരു ഭാഗത്തിൽ നിന്നാണ് എന്ന് പഠിപ്പിച്ച് ഈ ലോകത്തിന്റെ നാഥനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ തീർച്ചയായും അദ്ദേഹത്തിന്റെ ജീവിതവും സമാധാനത്തിൽ അധിഷ്ഠിതമായിരുന്നു. കാരുണ്യത്തെ വിശദീകരിക്കുന്ന രൂപത്തിൽ തന്നെയായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ കുറിച്ച് തന്റെ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തത് ഇങ്ങനെയാണ്: എന്റെയും നിങ്ങളുടെയും ഉപമ ഒരു വ്യക്തിയെ പോലെയാണ്. അയാൾ തീ കത്തിച്ചു. ആ തീ കത്തിച്ചപ്പോൾ തീയിലേക്ക് പാറ്റകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ നരകത്തീയിലേക്ക് ആളുകൾ ചാടിക്കൊണ്ടിരിക്കുമ്പോ അവരുടെ അരക്കെട്ട് പിടിച്ച് ഞാൻ അവരെ അതിൽ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എന്റെ കൈകൾക്കിടയിലൂടെ പല ആളുകളും ആ നരകത്തിലേക്ക് വീണുകൊണ്ടിരിക്കുന്നു എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. തന്റെ ബന്ധുമിത്രാദികളെ മാത്രമല്ല, തന്റെ ശത്രുക്കളോട് പോലും സ്നേഹവും കാരുണ്യവും കാണിച്ച് അവർക്കൊക്കെ അവിടെ മക്കയിലാണെങ്കിലും മദീനയിലാണെങ്കിലും സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടാക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രമിച്ചിട്ടുണ്ട് എന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ അധ്യായങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിന്റെ നാഥനെ സംബന്ധിച്ച് ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തപ്പോ, കാരുണ്യവാനായ സട്ടാവിനെ സംബന്ധിച്ച് സമൂഹത്തെ അവതരിപ്പിച്ചപ്പോൾ ആളുകൾ കല്ലെറിയാനും ഉപദ്രവിക്കാനും തുടങ്ങി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം എങ്ങനെയെങ്കിലും ഈ സമൂഹത്തിന് കാര്യം പഠിപ്പിച്ചു കൊടുക്കണമെന്ന ഉത്കടമായ ആഗ്രഹത്തോടുകൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം താൽക്കാലികമായി ത്വായിഫിലുള്ള സഖീഫ് ഗോത്രത്തിലെ തന്റെ കുടുംബക്കാരുടെ അടുക്കലേക്ക് പോയി അവിടെയെങ്കിലും അല്പസമയം ആശ്വാസം കണ്ടെത്താമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ ത്വായിഫിലുള്ള സഖീഫ് ഗോത്രത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്തിയപ്പോ അദ്ദേഹത്തിന് സംരക്ഷണം നൽകേണ്ടിയിരുന്ന ആ ജനവിഭാഗം, അദ്ദേഹത്തിന് ആശ്വാസം കൈമാറേണ്ടിയിരുന്ന ആ ജനവിഭാഗം അവിടെയുള്ള തെരുവു പിള്ളേരുടെ കൈകളിൽ കല്ലുകൾ നൽകി ആ കല്ലുകൾ കൊണ്ട് അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എറിയുകയും അദ്ദേഹത്തെ കൂകി വിളിക്കുകയും ചെയ്തത് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അവസാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓടി ഉത്ബത്ത് ബിൻ റബീഅയുടെ തോട്ടത്തിലെത്തി വിശ്രമിക്കുന്ന സമയം തന്റെ ശരീരത്തിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. വേദന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കണ്ണ് നിറഞ്ഞ് കണ്ണുനീർ ധാരധാരയായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്.
ആ സമയത്ത് പർവ്വതത്തിന്റെ മലക്ക് വന്ന് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്, പ്രവാചകരെ, താങ്കളെങ്ങാനും ഒന്ന് സമ്മതിച്ചാൽ താങ്കളെ കല്ലെറിഞ്ഞ, താങ്കളെ കൂകി വിളിച്ച ഈ ജനവിഭാഗത്തിനെതിരിൽ അള്ളാഹു ശിക്ഷ നടപടി സ്വീകരിക്കും, താങ്കളൊന്ന് സമ്മതിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് നൽകിയ മറുപടി ഒരു പ്രാർത്ഥനയിലൂടെയായിരുന്നു, അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന. എന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്? അല്ലാഹുമ്മഗ്ഫിർ ലിഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. പടച്ചവനെ, എന്നെ കല്ലെറിഞ്ഞ ഈ ജനവിഭാഗം, എന്നെ കൂകി വിളിച്ച ഈ ജനവിഭാഗം, എന്റെ ശരീരത്തിൽ മുറിവുണ്ടാക്കി ശരീരത്തിൽ നിന്ന് രക്തമൊഴുക്കിയ ഈ ജനവിഭാഗത്തിന് നീ പുറത്തു കൊടുക്കണമേ. കാരണം അവരറിവില്ലാത്തവരാണ്, എന്താണ് പ്രവർത്തിക്കുന്നത് എന്ന് പോലും അറിയാത്തവരാണ് നാഥ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുയായികളെ പോലും കാരുണ്യത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം അവസാനിപ്പിക്കാനും അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ അവസാനിപ്പിക്കാനും വേണ്ടി വ്യത്യസ്തമായ രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിച്ചുകൊണ്ട്, ഒരു വിരുന്നിന് ക്ഷണിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വീട്ടിലേക്ക് വരുത്തുകയും എന്നിട്ട് മാംസ കഷ്ണത്തിൽ വിഷം നൽകി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും കൂടെയുണ്ടായിരുന്ന സ്വഹാബിക്കും ജൂത സ്ത്രീ നൽകിയപ്പോ ആ ജൂത സ്ത്രീയുടെ മാംസ കഷ്ണം കഴിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള സ്വഹാബി മരണപ്പെടുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്ത്രീയെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, എന്തിനാണ് നീ ഇത് ചെയ്തത് എന്ന്. അപ്പൊ ആ സ്ത്രീക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാനുണ്ടായിരുന്ന മറുപടി, പ്രവാചകരെ, ഞാൻ താങ്കളെ കൊല്ലുന്നതിന് വേണ്ടിയാണ് ആ മാംസ കഷ്ണത്തിൽ വിഷം പുരട്ടിയത് എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിനക്കതിന് കഴിയില്ല, അള്ളാഹുവിന്റെ തീരുമാനമില്ലാതെ എന്നെ കൊല ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോ സഹാബികൾ ചോദിച്ചു, പ്രവാചകരെ, താങ്കൾക്ക് വിഷം നൽകിയ ഈ ജൂത സ്ത്രീയെ ഞങ്ങൾ കൊന്നുകളയട്ടെയോ എന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ട എന്നായിരുന്നു മറുപടി നൽകിയത്. എന്ന് പറഞ്ഞാൽ തന്നെ ഉപദ്രവിക്കാൻ വന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തന്നെ കൊല ചെയ്യാൻ വേണ്ടി മാംസകഷ്ണത്തിൽ വിഷം നൽകിയ സ്ത്രീക്ക് മാപ്പ് കൊടുത്ത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൂടെയുള്ള ആളുകൾക്ക് മാത്രമല്ല ഈ ലോകത്തിലുള്ള മുഴുവൻ ജീവികളോടും കരുണ കാണിക്കണം എന്നായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുയായികളെ പഠിപ്പിച്ചത്. അർറാഹിമൂന യർഹമുഹുർ റഹ്മാൻ ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. കരുണ കാണിക്കുന്ന ആളുകളോട് തീർച്ചയായും അള്ളാഹു കരുണ കാണിക്കും. അതുകൊണ്ട് തന്നെ ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കണം, എങ്കിൽ ഉപരിയിലുള്ളവൻ, ആകാശത്തിലുള്ളവൻ നിങ്ങളോടും കരുണ കാണിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുയായികളെ പഠിപ്പിക്കുകയാണ്. ഭൂമിയിലുള്ള മനുഷ്യരോട് മാത്രമല്ല, ഭൂമിയിലുള്ള ചെറിയ ചെറിയ ജീവജാലങ്ങളോട് പോലും കാരുണ്യം കാണിക്കണമെന്നായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുയായികളെ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും യാത്ര പോകുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളുടെ തലക്ക് മുകളിൽ ഒരു പക്ഷി, തള്ളപ്പക്ഷി വട്ടമിട്ട് പറക്കുന്നത് കണ്ടപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ് അതിന്റെ കുഞ്ഞിനെ പിടിച്ചത് എന്ന് ചോദിക്കുകയും സ്വഹാബികൾ അവരുടെ കൈവശമുണ്ട് എന്ന് പറഞ്ഞപ്പോ ആ തള്ളപ്പക്ഷിക്ക് വേദനിക്കാതിരിക്കാൻ അതിന്റെ കുഞ്ഞിനെ തിരികെ കൂട്ടിലേക്ക് പറഞ്ഞയക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോ ഒരു അമ്മ പക്ഷിക്ക് തന്റെ കുഞ്ഞിന്റെ വേർപാട് വേദനയാകുമെങ്കിൽ ഒരിക്കലും അത് സഹിക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ തന്റെ കൂട്ടിലേക്ക് തിരിച്ചയക്കാൻ പറഞ്ഞുവെങ്കിൽ അത്രമാത്രം ജീവികളോട് പോലും കരുണ കാണിക്കണം എന്നാണ് അദ്ദേഹത്തിന്റെ ജീവിതം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ഏത് ജീവികളോട് കാരുണ്യം കാണിച്ചിട്ടില്ലെങ്കിൽ, ക്രൂരമായി പെരുമാറുകയാണെങ്കിൽ അത് മുഖേന ഒരുപക്ഷെ നരകത്തിലേക്ക് പോലും പോകേണ്ടി വരുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുയായികളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ സംഭവമാണ് ഒരു പൂച്ചയെ കെട്ടിയിട്ട സ്ത്രീ, ആ സ്ത്രീക്ക് അത് മുഖേന നരകം ലഭിച്ചു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. പൂച്ചയെ കെട്ടിടുകയും അതിന് വെള്ളവും ഭക്ഷണവും നൽകാതെ
വെള്ളവും ഭക്ഷണവും കഴിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാതെ അതിനെ കെട്ടിയിട്ട സ്ത്രീ, അങ്ങനെ പൂച്ചയെ കൊലപ്പെടുത്തിയ സ്ത്രീ, അത് കാരണം നരകത്തിൽ പോയി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോ, ഇത് മാത്രമല്ല, ജീവികളോട് കാരുണ്യം കാണിച്ചാൽ അതിൻ്റെതായ പ്രതിഫലം വ്യത്യസ്തമായ രൂപത്തിൽ നമുക്ക് ലഭിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാൾ ദാഹാർത്തനായി മരുഭൂമിയിലൂടെ അലഞ്ഞു നടന്ന് അവസാനം ഒരിറ്റ് വെള്ളത്തിന് വേണ്ടി അപേക്ഷിക്കുന്ന സമയം തന്റെ മുന്നിലൊരു കിണർ കാണുകയും ആ കിണറിലേക്ക് ഇറങ്ങി മതിവരുവോളം വെള്ളം കുടിച്ച് കരയിലേക്ക് കയറി വരുമ്പോ ഒരു നായ അതിന്റെ നാവ് തൂക്കിയിട്ട് വെള്ളത്തിന് വേണ്ടി യാചിക്കുന്ന രംഗം കിണറ്റിന്റെ മുന്നിലായി അയാൾ കണ്ടപ്പോ, ഈ ഒരു അവസ്ഥയായിരുന്നല്ലോ തനിക്ക് ഉണ്ടായിരുന്നത് എന്നാലോചിച്ച് അയാൾ വീണ്ടും കിണറ്റിലിറങ്ങി തന്റെ ഷൂ അഴിച്ച് ആ ഷൂവിൽ വെള്ളം നിറച്ച് മുകളിലേക്ക് വന്ന് ദാഹിച്ചവശനായ നായക്ക് വെള്ളം കൊടുത്ത ആ മനുഷ്യനെ സംബന്ധിച്ച് അയാൾക്ക് സ്വർഗം ലഭിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോ സഹാബികൾ ചോദിച്ചു, പ്രവാചകരെ, ജീവികളോട് കാരുണ്യം കാണിച്ചാൽ ഞങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുമോ എന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പച്ച കരളുള്ള ഏത് വസ്തുവിനോട് കാരുണ്യം കാണിച്ചാലും അതിന് പ്രതിഫലമുണ്ട് എന്നാണ്. സഹോദരങ്ങളെ, ഇങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഴുവൻ ആളുകളോടും മുഴുവൻ ജീവികളോടും കാരുണ്യം കാണിക്കണമെന്ന് തന്റെ സമൂഹത്തെ പഠിപ്പിക്കുമ്പോ പിന്നെ എങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നാടുകളിൽ കലാപങ്ങൾ ഉണ്ടാക്കുന്ന, കലാപകലുഷിതമായ അന്തരീക്ഷങ്ങൾ സൃഷ്ടിക്കുന്ന സമാധാനത്തിന്റെ ശത്രുവായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാറിക്കഴിയുന്നത്? ഒരു തള്ളപ്പക്ഷിക്ക് തന്റെ കുഞ്ഞിന്റെ വേർപാട് സഹിക്കാൻ കഴിയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുയായികളെ പഠിപ്പിക്കുമ്പോ, ബോംബെയുടെയും കാശ്മീരിന്റെയും ഗുജറാത്തിന്റെയും ഒക്കെ തെരുവീതികളിലൂടെ ജീവൻ നഷ്ടപ്പെടുന്ന നിഷ്കളങ്കരായ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുടെ മാതാക്കളുടെ വേദന സഹിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾക്കും എങ്ങനെ സാധിക്കുമെന്നത് നാം ചോദിക്കേണ്ടതാണ്. തീർച്ചയായും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയൊക്കെ കാരുണ്യം കാണിച്ചിട്ടും അദ്ദേഹം സമാധാനത്തിന്റെ ശത്രുവായി മാറാറുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ യുദ്ധങ്ങളെ എടുത്തു കാണിച്ചുകൊണ്ടാണ്. എത്രയെത്ര യുദ്ധങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ കഴിഞ്ഞുപോയി. ആ യുദ്ധങ്ങളിലൂടെ എത്ര പേർക്ക് സമാധാനം നഷ്ടപ്പെട്ടു, എത്ര ആളുകൾ അനാഥരായി, എത്ര ആളുകൾ വിധവകളായി, എത്ര സ്ത്രീകൾ വിധവകളായി, എത്ര മാതാപിതാക്കൾ മക്കളില്ലാത്തവരായി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇസ്ലാമിൽ നടന്ന യുദ്ധങ്ങളെ സംബന്ധിച്ച് വ്യത്യസ്തമായ വികൃതമായ രൂപത്തിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനത്തിന്റെ ശത്രുവായി സമൂഹത്തിൽ അറിയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഇസ്ലാമിൽ യുദ്ധങ്ങൾ ഉണ്ടായത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിത കാലഘട്ടത്തിലെ അവസാനത്തെ 10 വർഷം രാഷ്ട്ര നേതാവായിരുന്നു. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നപ്പോ, പാലായനം ചെയ്തപ്പോ മദീനയിലെത്തിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടെയുള്ള ആളുകൾ മുഴുവനും അംഗീകരിക്കുകയാണ്. അവിടെയുള്ള ജൂതഗോത്രങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെച്ച അദ്ദേഹവുമായി കരാറിൽ ഏർപ്പെടുകയാണ്, സന്ധിയിൽ ഒപ്പുവെക്കുകയാണ്. അവരൊക്കെ ആ രാജ്യത്തിന്റെ നിയമങ്ങൾ അനുസരിക്കാമെന്ന സന്ധിയിൽ അവർ ഒപ്പുവെച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയുള്ള ഒരു രാഷ്ട്ര നേതാവായി മാറുകയാണ്. രാഷ്ട്ര നേതാവ് എന്ന് പറയുമ്പോ ഒരിക്കലും ഇന്ന് ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ കാണുന്ന, അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് വ്യത്യസ്തമായ രാജ്യങ്ങൾ ഭരിച്ചുപോയ ലോകത്തിലെ ഏകാധിപതികളായ രാജാക്കന്മാരെ പോലുള്ള രാജാവായിരുന്നില്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മറിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ രാഷ്ട്ര നേതാവായി മാറിയപ്പോഴും അദ്ദേഹത്തിന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്ത രംഗങ്ങൾ, ദിവസങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അടുപ്പിൽ തീ പുകയാത്ത മാസങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. പച്ചിലയും പച്ചവെള്ളവും കുടിച്ചുകൊണ്ട് പശിയടക്കേണ്ട അവസ്ഥ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഉണക്ക റൊട്ടി മാത്രം കഴിച്ചുകൊണ്ട് ജീവിക്കേണ്ട അവസ്ഥ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അദ്ദേഹത്തിന് വിശ്രമിക്കാൻ ഉന്നതമായ കൊട്ടാരമുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് കിടന്നുറങ്ങാൻ ഭംഗിയാർന്ന കട്ടിലുകൾ ഉണ്ടായിരുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങി എഴുന്നേൽക്കുമ്പോ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഈത്തപ്പനയോല കൊണ്ടുണ്ടാക്കിയ പായയുടെ പാട് കണ്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കണ്ണിൽ
കണ്ണിലൂടെ കണ്ണീരൊഴുക്കിയപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, അല്ലയോ ഉമർ, എന്താണ് താങ്കൾക്ക് പറ്റിയത് എന്ന്. അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ, കിസറയും കൈസറും ഒക്കെ ഉന്നതമായ കൊട്ടാരങ്ങളിൽ ഉന്നതമായ സുഖ സൗകര്യങ്ങളിൽ ജീവിക്കുമ്പോ ഈ രാഷ്ട്രത്തിന്റെ നേതാവായ താങ്കൾ കടക്കുന്നത് കാണുമ്പോ ഞങ്ങൾ പ്രയാസപ്പെടുകയാണ് എന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഉമർ, അവർക്കൊക്കെ ഭൗതികമായ ലോകവും നമുക്ക് പരലോകവുമാണെങ്കിലോ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഭൗതികമായ ലോകം അത് ക്ഷണികമാണെന്ന് മനസ്സിലാക്കുകയും തനിക്ക് ലഭിച്ച അധികാരം അതൊരു വലിയ ഉത്തരവാദിത്തമാണ് എന്ന് ബോധ്യപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ എത്ര വലിയ അധികാരിയാണെങ്കിലും അവിടെയൊക്കെ നീതിയും കാരുണ്യവും നടപ്പിലാക്കണമെന്ന ആഗ്രഹത്തോടു കൂടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധികാര ജീവിതത്തിന്റെ 1-ാം ദിവസം മുതൽ അവസാന ദിവസം വരെ ഉണ്ടായിട്ടുള്ളത്. സ്വന്തത്തിനെതിരാണെങ്കിൽ പോലും നീതി നടപ്പിലാക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശ്രമിച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്നറിയുമോ? ബദർ യുദ്ധത്തിന്റെ സമയത്ത് ആളുകൾ മുഴുവനും സൊഫായി അണിയായി വരിയായി നിൽക്കുന്ന സമയത്ത് സവാദ് ബിൻ അസിയ റളിയല്ലാഹു അൻഹു ആ ലൈനിൽ നിന്ന് ഒരൽപ്പം മുന്നോട്ട് മാറി നിന്നപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കയ്യിലുള്ള വടിയെടുത്ത് സവാദ് റളിയല്ലാഹു അൻഹുവിന്റെ വയറ്റിൽ ഒന്ന് കൊട്ടി, സവാദ്, സൊഫ് അണി ശരിയാക്കൂ എന്ന് പറഞ്ഞ് സൊഫ് വരി ശരിയാക്കാൻ വേണ്ടി പറഞ്ഞപ്പോ സവാദ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്, പ്രവാചകരെ, താങ്കൾ നീതിയുടെ പ്രവാചകനാണെങ്കിൽ, ഇതാ നീതിയുമായി വന്ന പ്രവാചകനാണ് താങ്കളെങ്കിൽ, പ്രവാചകരെ, താങ്കൾ എന്നെ വേദനിപ്പിച്ചിരിക്കുന്നു. അതിനാൽ എനിക്ക് പ്രതികരിക്കാൻ താങ്കൾ അവസരം നൽകണമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ രാഷ്ട്ര നേതാവിനോട് പറഞ്ഞപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കയ്യിലുള്ള വടി സവാദ് ബിൻ അസിയ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ നൽകി തന്റെ ഷർട്ട് ഒന്ന് പൊക്കി കാണിച്ച് തന്റെ വയറ് കാണിച്ചു കൊടുത്ത്, സവാദ്, ഇതാ ഈ വടി കൊണ്ടടിച്ച് താങ്കൾ പ്രതികാരം ചെയ്യൂ എന്ന് പറഞ്ഞ് സ്വന്തം വയറ് പ്രതികരിക്കാൻ വേണ്ടി കാണിച്ചു കൊടുത്ത മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. സവാദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയറ്റിൽ ചുംബിച്ചു. അദ്ദേഹം ചോദിച്ചു, സവാദ്, എന്താണ് താങ്കളെ ഇങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം പറഞ്ഞത്, പ്രവാചകരെ, ഈ അവസാന സമയം, യുദ്ധത്തിന് പോകുന്ന സമയം, എന്റെ ചർമ്മവും താങ്കളുടെ ചർമ്മവും ഒരുമിച്ച് നിൽക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു പോയത് എന്ന് സവാദ് റളിയല്ലാഹു അൻഹു പറയുകയും അദ്ദേഹത്തിന് വേണ്ടി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയും ചെയ്തു എന്നാണ്. സഹോദരങ്ങളെ, സ്വന്തത്തിന് എതിരായപ്പോൾ പോലും നീതി നടപ്പിലാക്കണമെന്ന് ആഗ്രഹിച്ച മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് നീതി നടപ്പിലാക്കുന്ന ആളുകൾ ഉന്നതരായ ആളുകളാണെങ്കിൽ, നീതി നടപ്പിലാക്കാൻ പ്രയാസപ്പെടുന്ന ഉന്നത കുലജാതരാണെങ്കിൽ അവർക്ക് സകലവിധ ആനുകൂല്യങ്ങളും പ്രഖ്യാപിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലുള്ളത്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മഖ്സൂം ഗോത്രക്കാരിയായ ഒരു സ്ത്രീ മോഷ്ടിക്കുകയും ആ മോഷണം അവർ വലിയ ഗോത്രക്കാരി ആയതുകൊണ്ട് തന്നെ അവരുടെ മേൽ മോഷണത്തിന്റെ ശിക്ഷ നടപ്പിലാക്കിയാൽ അത് പ്രയാസമാകും എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് ചില സഹാബികൾ, ഉസാമ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള സഹാബികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് പരാതി ബോധിച്ചപ്പോ പ്രവാചകരെ, അവരെ ശിക്ഷ നടപ്പിലാക്കേണ്ടതില്ല എന്ന് ബോധിപ്പിക്കാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ബനു ഇസ്രായേല്യർ അവരിലെ വലിയ ആളുകൾ മോഷ്ടിച്ചാൽ അവരെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കും. എന്നാൽ സാധാരണക്കാരായ ദുർബലരായ ആളുകൾ മോഷ്ടിക്കുകയാണെങ്കിൽ അവരുടെ മേൽ ശിക്ഷ നടപ്പിലാക്കും. എന്നാൽ എന്റെ മകൾ ഫാത്തിമയാണ് മോഷ്ടിച്ചതെങ്കിൽ അവളുടെ കരം പോലും ഞാൻ ഛേദിക്കുമെന്ന് പറഞ്ഞ് നീതി നടപ്പിലാക്കിയ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈത്തപ്പഴം സക്കാത്തായി ലഭിച്ചപ്പോ കുമിഞ്ഞുകൂടി കിടക്കുന്ന ഈത്തപ്പഴത്തിൽ നിന്ന് ഒരു ഈത്തപ്പഴം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരമക്കൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവർ രണ്ടുപേരും ചെറിയ കുട്ടികളായപ്പോ അവിടെ കളിക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഒരു ഈത്തപ്പഴം എടുത്ത് വായിലേക്ക് ഇട്ടപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വിരൽ അവരുടെ വായിലേക്കിട്ട് ആ ഈത്തപ്പഴം പുറത്തെടുത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ചോദിച്ചത്, അമാ അലിംത അന്ന ആല മുഹമ്മദ് ലാ യഅകുലൂന സദഖ, നിങ്ങൾക്കറിയില്ലേ മോനെ,
തീർച്ചയായും മുഹമ്മദിന്റെ കുടുംബം അവർ സക്കാത്തിന്റെ സമ്പാദ്യം ഉപയോഗിക്കില്ല എന്ന് പൊന്നുമക്കളെ നിങ്ങൾക്കറിയില്ലേ എന്ന് ചോദിച്ച് നീതി നടപ്പിലാക്കുന്ന കാരുണ്യത്തിന്റെ ദൂതനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനാണ് അധികാരം ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കാരുണ്യത്തിന്റെ ദൂതനാണെങ്കിൽ തീർച്ചയായും നീതി നടപ്പിലാക്കണം. ആ നീതി നടപ്പിലാക്കിയാൽ മാത്രമേ ലോകത്ത് സമാധാനം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് നീതിയെ സംബന്ധിച്ച് പറഞ്ഞത്. യാ അയ്യുഹല്ലദീന ആമനു കൂനു ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്തി വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു യഅദിലു ഹുവ അഖ്റബു ലിത്തഖ്വ. വിശുദ്ധ ഖുർആനിലെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 8-ാമത്തെ വചനം. വിശ്വാസികളെ, കൂനു ഖവ്വാമീന ലില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനു വേണ്ടി നിലകൊള്ളുന്ന ആളുകളാവണം. ശുഹദാഅ ബിൽ ഖിസ്തി, നീതിക്ക് സാക്ഷ്യം വഹിക്കുന്ന ആളുകളാകണം നിങ്ങൾ. ഒരിക്കലും ഒരു ജനതയോടുള്ള വിദ്വേഷം, അമർഷം, അവരോട് അനീതി പ്രവർത്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലൂടെ തന്റെ അനുയായികളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ നീതി നടപ്പിലാക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാധ്യതയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തി അവിടെ രാഷ്ട്രനായകനായിട്ടുണ്ടെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് മക്കക്കാരുടെ പ്രയാസങ്ങളും മർദ്ദനങ്ങളും പീഡനങ്ങളും ഉപദ്രവങ്ങളും സഹിക്കവയ്യാതെ അവർ ഓരോരുത്തരും ഹിജ്റ പോരുന്നത്, മദീനയിലേക്ക് വരുന്നത്, പല ആളുകളും സമ്പത്ത് മക്കയിൽ ഉപേക്ഷിച്ചുകൊണ്ടാണ്. തങ്ങളുടെ കുടുംബക്കാരെ മക്കയിൽ ഉപേക്ഷിച്ച്, തങ്ങളുടെ നാട്ടുകാരെ മക്കയിൽ ഉപേക്ഷിച്ച്, തങ്ങളുടെ സമ്പാദ്യം മക്കയിൽ ഉപേക്ഷിച്ച് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സ്വഹാബികൾ അവർ മദീനയിലെത്തിയപ്പോ അവിടെ ഇസ്ലാമികമായ രാഷ്ട്രം, ആളുകൾ മുസ്ലിങ്ങളാകാൻ തുടങ്ങിയപ്പോ മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ അവർ എങ്ങനെയെങ്കിലും ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും നശിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിനുള്ള മാർഗങ്ങൾ അന്വേഷിക്കുകയും ചെയ്ത് അവസാനം മക്കയിലുള്ള ആളുകളുടെ സമ്പത്തുകൾ മുഴുവനും ഒരുമിച്ച് കൂട്ടി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ മുസ്ലിങ്ങളുടെ സമ്പത്ത് പോലും ഉപയോഗിച്ചുകൊണ്ട് ഒരു വലിയ ധനശേഖരണാർത്ഥം ഒരു വലിയ കച്ചവട സംഘം കച്ചവട യാത്ര ചെയ്യുകയും അതിന്റെ ലാഭം മുഴുവനും മദീനക്കെതിരിൽ ഇസ്ലാമിനെതിരിൽ ഉപയോഗിക്കുകയും ചെയ്യണമെന്ന് തീരുമാനിച്ചുകൊണ്ടാണ് ഒരു വലിയ കച്ചവട യാത്ര തുടങ്ങുന്നത്. ഈ കച്ചവടം നടന്ന് വലിയ ലാഭം ലഭിച്ചാൽ ആ ലാഭം മുഴുവനും മുസ്ലിങ്ങളെ കൊല ചെയ്യാനാണ്. ആ ലാഭം മുഴുവനും മദീനയെ നശിപ്പിക്കാൻ വേണ്ടിയാണ്. ഈ വിവരം അറിഞ്ഞാൽ ഒരു രാഷ്ട്ര നേതാവ് എന്നുള്ള നിലയ്ക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ചെയ്യേണ്ടത്? ഇന്ത്യ മഹാരാജ്യത്തെ ഒരു ശത്രു രാജ്യം നശിപ്പിക്കാൻ വേണ്ടി സകലവിധ കുതന്ത്രങ്ങളും മെനഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് വിവരം ലഭിച്ചാൽ അവരിതാ ഇന്ത്യയെ നശിപ്പിക്കാൻ ഇന്ത്യയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന സന്ദേശം ലഭിച്ചാൽ ഇന്ത്യയെ ഭരിക്കുന്ന ആളുകൾ, രാഷ്ട്ര നേതാക്കന്മാർ എന്താണ് ചെയ്യേണ്ടത്? ഇന്ത്യക്കാരൊക്കെ നശിച്ചു പോയിക്കോട്ടെ, ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ് അവരെങ്ങാനും കയ്യും കെട്ടി നിന്നാൽ ഒരിക്കലും അവർ ഈ രാജ്യത്തോട് കൂറുള്ളവരാണ് എന്ന് നമ്മളാരും അഭിപ്രായപ്പെടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലുള്ള അവിടെയുള്ള മുസ്ലിങ്ങളും അല്ലാത്തവരുമായ സാധാരണക്കാരായ പാവങ്ങളായ പ്രജകൾ, അവർക്ക് സംരക്ഷണം നൽകൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തരവാദിത്തമാണ്. എന്നതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനക്കടുത്ത് വെച്ച് ആ കച്ചവട സംഘത്തെ തടയുകയും അതാണ് പിന്നീട് ബദർ യുദ്ധമെന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ആദ്യത്തെ യുദ്ധത്തിലേക്ക് വഴിമാറുകയും ചെയ്തത്. ഇങ്ങനെയാണ് ഓരോ യുദ്ധങ്ങളും ഉണ്ടായത്. സമാധാനത്തിന് വേണ്ടിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ യുദ്ധങ്ങൾ ഉണ്ടായത് എന്നത് കൃത്യമായി ഇസ്ലാമിക യുദ്ധങ്ങളുടെ ചരിത്രം പരതുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. സമാധാനത്തിന് വേണ്ടി യുദ്ധമുണ്ടാകാതിരിക്കാനുള്ള കരാറിൽ പോലും മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒപ്പുവെച്ചിട്ടുണ്ട്. ഹുദൈബിയ സന്ധി, നീണ്ട 10 വർഷം യുദ്ധമുണ്ടാകില്ല എന്ന കരാർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കരാറിൽ സന്ധിയിൽ ഒപ്പുവെക്കുമ്പോൾ ആ സമയത്തല്ലേ അതിലെ ഒരു കരാർ മുസ്ലിങ്ങളിൽ നിന്ന് ആരെങ്കിലും മക്കയിലേക്ക് ബഹുദൈവ വിശ്വാസികളിലേക്ക് തിരിച്ചു പോയാൽ അവരെ സ്വീകരിക്കാമെന്നും
ഖുറൈശികളിൽ നിന്ന് ആരെങ്കിലും മദീനയിലേക്ക് മുസ്ലിങ്ങളിലേക്ക് വന്നാൽ അവരെ സ്വീകരിക്കാൻ, അവർക്ക് അഭയം നൽകാൻ പാടില്ല എന്ന കരാറിലായിരുന്നു മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒപ്പുവെച്ചത്. ആ കരാറിൽ ഒപ്പുവെച്ച് അതിന്റെ മഷി ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ മുശ്രിക്കുകളുടെ നേതാവായ സുഹൈൽ ഇബ്നു അംറിന്റെ മകൻ അബൂ ജന്ദൽ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ചെങ്ങലയും വലിച്ചിഴച്ച് കണ്ണീരൊഴുക്കി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന്, പ്രവാചകരെ എന്നെ സ്വീകരിക്കണം, പ്രവാചകരെ എന്നെ സംരക്ഷിക്കണം, പ്രവാചകരെ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ അബൂ ജന്ദൽ റളിയല്ലാഹു അൻഹു കയറി വന്നപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുശ്രിക്കുകളുടെ നേതാവായിരുന്ന സുഹൈൽ ഇബ്നു അംറിനോട് ചോദിച്ചു, സ്വീകരിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ പാടില്ല എന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ജന്ദൽ, താങ്കളുടെ വിഷയത്തിൽ അല്ലാഹു ഒരു പോംവഴി കാണും എന്ന് പറഞ്ഞ് നിറകണ്ണുകളോടെ അബൂ ജന്ദൽ റളിയല്ലാഹു അൻഹുവിനെ മടക്കി വിട്ട മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നീണ്ട 10 വർഷം യുദ്ധമുണ്ടാകാൻ പാടില്ല എന്ന സന്ധിയിൽ ഒപ്പുവെച്ചത് കൊണ്ടായിരുന്നു അത്. ഒരിക്കലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനത്തിന്റെ ശത്രുവായിരുന്നുവെങ്കിൽ അവിടെ വെച്ച് അദ്ദേഹത്തെ മടക്കി അയക്കേണ്ട ആവശ്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇല്ലായിരുന്നു. ഇസ്ലാമിലെ യുദ്ധങ്ങളെ ഉപയോഗിച്ചാണോ ഇസ്ലാം സമാധാനത്തിന്റെ മതമല്ല എന്ന് പറയുന്നത്? ഇസ്ലാമിലെ യുദ്ധങ്ങളെ ഉപയോഗിച്ചാണോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനത്തിന്റെ ശത്രുവാണ് എന്ന് പറയുന്നത്? എങ്കിൽ നിങ്ങൾക്കറിയുമോ ഇസ്ലാമിൽ യുദ്ധമുണ്ടായ സാഹചര്യം ഞാൻ വിശദീകരിച്ചു. എങ്ങനെ ഏതെങ്കിലും വ്യക്തികൾക്ക് എല്ലായിടത്തും കയറിപ്പോയി യുദ്ധം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഒരിക്കലും ഇസ്ലാം നൽകിയിട്ടില്ല. വഖാതിലു ഫീ സബീലില്ലാ അല്ലദീന യുഖാതിലൂനകും വലാ തഅതദു ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 190-ാമത്തെ വചനം. ആരോടാണ് നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടത്? ആരോടാണ് നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടത്? ഏതെങ്കിലും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് ഏതെങ്കിലും അമുസ്ലിങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ അവിടെയുള്ള ഒരു മുസ്ലിം ക്രൂരമായി മർദ്ദിക്കപ്പെട്ടാൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലെ അമുസ്ലിമായ അയൽവാസിക്കെതിരിൽ ആയുധമെടുക്കാനുള്ള സംസ്കാരം ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല എന്നുള്ളതാണ്. വഖാതിലു ഫീ സബീലില്ലാ അല്ലദീന യുഖാതിലൂനകും. നിങ്ങളോട് ആരാണോ യുദ്ധം ചെയ്യുന്നത് അവരുമായിട്ട് യുദ്ധം ചെയ്യാൻ പാടുള്ളൂ. ആ യുദ്ധം ചെയ്യുന്ന സമയത്ത് പോലും ഫലാ തഅതദു, നിങ്ങൾ അതിര് കവിയരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. അതിര് കവിയുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോ ഏതെങ്കിലും യുദ്ധം ചെയ്യുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെയുള്ള സ്ത്രീകളെയും കുട്ടികളെയും കൊലപ്പെടുത്താൻ പാടില്ല എന്നതടക്കം, അവിടെയുള്ള മഠങ്ങളിൽ വിശ്രമിക്കുന്ന പുരോഹിതന്മാരെ ഉപദ്രവിക്കാൻ പാടില്ല എന്നതും, ഇങ്ങനെ ഫലവൃക്ഷങ്ങൾ മുറിക്കാൻ പാടില്ല എന്നതും, ഏതെങ്കിലും ഇംഗ്ലീഷ് പേരുകൾ, ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വ്യത്യസ്തങ്ങളായ അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് അതുകൊണ്ടുണ്ടാക്കിയ സംഘടനകൾ, ആ സംഘടനാ നേതാക്കന്മാർ കൊടുക്കുന്ന ഉത്തരവിനനുസരിച്ച് ആയുധമെടുക്കാനുള്ള അവകാശമല്ല, സ്വാതന്ത്ര്യമല്ല ഇസ്ലാം നൽകിയത്. മറിച്ച് ഒരു ഭരണാധികാരിക്ക് കീഴിലായിരിക്കണം യുദ്ധമുണ്ടാകേണ്ടത് എന്നടക്കമുള്ള കാര്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയുമോ ഇന്ന് ലോകത്ത് എത്ര യുദ്ധങ്ങൾ ഉണ്ടായി? ഇസ്ലാമിലെ യുദ്ധങ്ങളിൽ മരണപ്പെട്ടു പോയ ആളുകളുടെ എണ്ണം പറഞ്ഞ് ഇസ്ലാം കലാപത്തിന്റെ മതമാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനത്തിന്റെ ശത്രുവാണ് എന്ന് പ്രചരിപ്പിക്കുന്ന ആളുകൾ ഒന്ന് തിരിഞ്ഞു നോക്കട്ടെ ലോകത്തിന്റെ ചരിത്രത്തിലേക്ക്. റഷ്യൻ വിപ്ലവം കഴിഞ്ഞു പോയില്ലേ? എത്ര ആളുകളാണ് റഷ്യൻ വിപ്ലവത്തിൽ മരണപ്പെട്ടു പോയത്? ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബ് വർഷം ഉണ്ടായില്ലേ? എത്ര ആളുകളാണ് അന്ന് മരണപ്പെട്ടതടക്കം ഇന്നും ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ, കൈയില്ലാതെ, കണ്ണില്ലാതെ, കാതിലില്ലാതെ, അവയവങ്ങൾ നഷ്ടപ്പെട്ടവരായി എത്ര ആളുകൾ ജനിച്ചു വീഴുന്നുണ്ട്. ഫ്രഞ്ച് വിപ്ലവം, എത്ര ആളുകളാണ് ഫ്രഞ്ച് വിപ്ലവത്തിൽ ഈ ലോകത്തോട് വിട പറഞ്ഞത്? 1-ാം ലോക മഹായുദ്ധം, 2-ാം ലോക മഹായുദ്ധം തുടങ്ങിയ ലോകയുദ്ധങ്ങൾ ലക്ഷങ്ങളുടെ കണക്കുകളാണ് നമുക്ക് ബോധിപ്പിക്കാനുള്ളതെങ്കിൽ, കോടിക്കണക്കിന് ആളുകളാണ് മരണപ്പെട്ടതെങ്കിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുണ്ടായ യുദ്ധങ്ങളിൽ കേവലം 1018 പേർ മാത്രമാണ് മരണപ്പെട്ടത്. 259 മുസ്ലിങ്ങളും 759 അമുസ്ലിങ്ങളും അടക്കം 1018 പേർ മാത്രം.
പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ യുദ്ധങ്ങൾ കൊണ്ടുണ്ടായ ലോക വിപ്ലവങ്ങൾ ഇവിടെയുള്ള ഏതെങ്കിലും ദിഗ്വിജയികൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നാം പരിശോധിക്കണം. അതുകൊണ്ടുണ്ടായ മാറ്റങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം ചെയ്ത സമയത്തും അദ്ദേഹം സമാധാനത്തിന്റെ കൂടെയായിരുന്നു, സമാധാനത്തിന്റെ വ്യക്തിയായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുയായികൾക്ക്, തന്റെ കൂടെയുള്ള ആളുകൾക്ക്, തന്റെ ശത്രുക്കൾക്ക് പോലും വിട്ടുവീഴ്ച നൽകിയ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രമാണ് മക്ക വിജയത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മക്ക വിജയത്തിന്റെ സമയം ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ആരാണെന്നറിയുമോ? പ്രവാചകന്റെ മുന്നിൽ ഒരുമിച്ച് കൂടിയ ആ മഹാസമൂഹം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുന്ന സമയത്ത് ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കൊടൽമാലകൾ കഴുത്തിലേക്ക് കൊണ്ടുവന്നിട്ട ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഈ ലോകത്തിന്റെ നാഥൻ ഏകനാണ് എന്ന് പ്രഖ്യാപിച്ച കാരണത്താൽ മാത്രം ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിവസ്ത്രനാക്കി ചുട്ടുപൊള്ളുന്ന മണലിൽ കിടത്തി ശരീരത്തിൽ പാറക്കല്ലുകൾ കയറ്റിവെച്ച് ആ ചുട്ടുപൊള്ളുന്ന മണലിലൂടെ വലിച്ചിഴച്ചു കൊണ്ടുപോയ ആളുകളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ ലോകത്തിന്റെ നാഥനെ അംഗീകരിച്ചു എന്ന കാരണത്താൽ മാത്രം സുമയ്യ റളിയല്ലാഹു അൻഹയെ ഇരുമ്പിന്റെ ദണ്ട് പഠിപ്പിച്ച് അവരുടെ മർമ്മത്തിലൂടെ കുത്തിക്കയറ്റി കൊലപ്പെടുത്തിയ ആളുകൾ. ഈ ലോകത്തിന്റെ നാഥനെ അംഗീകരിച്ചു എന്ന കാരണത്താൽ ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഉഹദിന്റെ യുദ്ധക്കളത്തിൽ ചതിയിലൂടെ കൊലപ്പെടുത്തി അദ്ദേഹത്തിന്റെ നെഞ്ചു പുലർത്തി കരൾ പുറത്തെടുത്ത് കടിച്ചു ചവച്ച് തുപ്പി ശരീരത്തിലെ അവയവങ്ങൾ മുറിച്ചെടുത്ത് മാലയാക്കി കോർത്തിണക്കി ആ യുദ്ധക്കളത്തിൽ, യുദ്ധഭൂമിയിൽ, രക്തഭൂമിയിൽ മാലയാക്കി നൃത്തം ചവിട്ടിയ ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങാനും കൽപ്പിച്ചാൽ തന്റെ കഴുത്തിലേക്ക് ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കൊടൽമാല കൊണ്ടുവന്നിട്ടതുപോലെ ശത്രുക്കളെ ആക്രമിക്കാൻ മുസ്ലിങ്ങൾ സന്നദ്ധരാണ്. അത്രമാത്രം ആളുകൾ അവിടെയുണ്ട്. സുമയ്യ റളിയല്ലാഹു അൻഹയെ ഉപദ്രവിച്ചതുപോലെ, ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തിയതുപോലെ, ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഉപദ്രവിച്ചതുപോലെ ശത്രുക്കളെ ഉപദ്രവിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ പ്രാപ്തരായ ആളുകളാണ് തന്റെ മുന്നിലുള്ളത്. എന്നിട്ടും ആ ആളുകൾക്ക് വിട്ടുവീഴ്ച നൽകിയ, സ്വാതന്ത്ര്യം നൽകിയ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെയാണ് സമാധാനത്തിന്റെ ശത്രുവായി കണക്കാക്കാൻ കഴിയുക എന്ന് സഹോദരങ്ങളെ നിഷ്പക്ഷമായി നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അക്രമമോ അനീതിയോ കാണിച്ചിട്ടില്ല എങ്കിൽ മനുഷ്യന്റെ ആത്യന്തികമായ ജീവിതത്തിന്റെ ലക്ഷ്യത്തെ സംബന്ധിച്ചാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ ലോകത്തോടുകൂടെ നമ്മുടെ ജീവിതം അവസാനിക്കില്ല എന്നും മരണത്തിന് ശേഷമുള്ള ലോകം അതാണ് യഥാർത്ഥത്തിലുള്ള ലോകമെന്നും ആ ലോകത്ത് വിജയിക്കണമെങ്കിൽ ഈ ലോകത്ത് തന്നെ യഥാർത്ഥത്തിലുള്ള സൃഷ്ടാവിനെ തിരിച്ചറിയുകയും ആ നാഥനെ മാത്രം ആരാധിക്കുകയും അവനോട് മാത്രം പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോഴാണ് ജീവിതത്തിൽ മോക്ഷം ലഭിക്കുന്നത് എന്ന് പഠിപ്പിച്ച മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ജീവിതം സമൂഹത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ പഠിക്കാനും പകർത്താനും ഉള്ള ഒരു തുറന്ന അവസരം എന്നുള്ള രൂപത്തിലാണ് സുഹൃത്തുക്കളെ ഇങ്ങനെ ഒരു പാനൽ ഡിബേറ്റ് നാം സംഘടിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായും ഇനിയുള്ള അവസരം ഈ വിഷയത്തിലുള്ള സംശയ നിവാരണത്തിന് വേണ്ടിയുള്ളതാണ്. ഈ വിഷയ സംബന്ധിയായ ചോദ്യങ്ങൾ ഉന്നയിച്ച് ഓരോരുത്തരും തങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വിഷയങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളുവാനും ഓരോരുത്തരോടും ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.